السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈതൃകം മീഡിയയുടെ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹോദര സഹോദരികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 37-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം റഹ്മാനായ റബ്ബ് അതിലെ വീഴ്ചകളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ചരിത്രങ്ങൾ ലഭ്യമായതിനനുസരിച്ച് നമ്മുടെ ചെറിയ വിവരമനുസരിച്ചുള്ള വായനയാണ്. സ്വാഭാവികമായും അതിൽ തെറ്റുകൾ വരും, നാപ്പിഴകൾ വരും. അതൊക്കെ ചില നമ്മുടെ ശ്രോതാക്കൾ തിരുത്തുമ്പോൾ, ഓർമ്മപ്പെടുത്തുമ്പോൾ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും ശ്രദ്ധയിൽപ്പെടാത്ത വല്ലതും വന്നുപോയെങ്കിൽ അള്ളാഹു ക്ഷമിക്കുകയും അള്ളാഹു പുറത്തു തരികയും യഥാർത്ഥ വഴികളും ചരിത്രങ്ങളും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതൃ പ്രസ്ഥാനമാണ്. വ്യത്യസ്ത ഘടകങ്ങൾ അതിലുണ്ട്. അതിൻ്റെയൊക്കെ മാതൃക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്കകത്ത് അച്ചടക്കം വലിയ പ്രാധാന്യമാണ്. സ്വാഭാവികമായും ആലിമീങ്ങൾ തമ്മിലുണ്ടാകുന്ന മസ്അല പ്രശ്നങ്ങൾ പോലും പൊതുജനങ്ങളെ ഇടയിൽ വിവാദമാക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യരുത് എന്ന് സമസ്തയുടെ മുശാവറ യോഗത്തിൻ്റെ തന്നെ തീരുമാനമാണ്. നോക്കൂ, 954 ഫെബ്രുവരി 6-ന് താനൂരിൽ ചേർന്ന 954 ഫെബ്രുവരി 6-ന് താനൂരിൽ ചേർന്ന മുശാവറയുടെ ഒരു തീരുമാനം ഇങ്ങനെ കാണാം. സമസ്തയിലെ മുശാവറ അംഗങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുശാവറയിൽ വെച്ച് തീരുമാനം കാണുകയല്ലാതെ പ്രസിദ്ധീകരണങ്ങൾ മുഖേനയോ മറ്റോ യാതൊന്നും പ്രവർത്തിക്കാൻ പാടുള്ളതല്ലെന്ന് തീരുമാനിച്ചു. ഇന്നിപ്പോൾ വാട്സപ്പാണ്, ആർക്കും നിയന്ത്രിക്കാൻ കഴിയണില്ല. ഇന്നിപ്പോൾ നമ്മുടെ സഹോദര സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ രൂപീകരണ ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകണമെന്ന് താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ നേതൃത്വം വളരെ ധീരമായ നിലപാടെടുത്തപ്പോൾ അത് പറ്റൂല, കുറേയൊക്കെ നാടന്മാർക്ക് ഒപ്പിച്ചു, കുറേയൊക്കെ അവനെ പരിഗണിച്ചു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടി വരും, അങ്ങനെയൊന്ന് ആയാൽ പറ്റൂല എന്നുള്ള നിലയ്ക്ക് മാറി നിന്ന വിഭാഗം. ആ വിഭാഗത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്താണ്? സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ വിഴപ്പരക്കുകൾ നടക്കുന്നത്. ഒരു പാണ്ഡിത്യത്തിൻ്റെ കണികയെങ്കിലും ഒരു ഈച്ചച്ചിറക് പോലെ ചിറകിനോളം അല്ലെങ്കിൽ ഒരു കടുകുമണിയോളം ഇൽമുമായി ബന്ധം ഉള്ള ഒരു വിഭാഗമാണെങ്കിൽ അവർ പറയാൻ ലജ്ജിക്കുന്ന വാചക കസർത്തുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മറുഭാഗത്തിലെ 2 വിഭാഗവും നടത്തി വരുന്നത്. അതൊന്നും സമസ്തയുടെ വഴിയല്ല. സമസ്തയുടെ വഴി 954 ഫെബ്രുവരി 6-ന് താനൂരിൽ ചേർന്ന മുശാവറ യോഗത്തിൻ്റെ തീരുമാനം അതിൻ്റെ മിനിറ്റ്സിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമസ്തയിലെ മുശാവറ അംഗങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുശാവറിൽ വെച്ച് തീരുമാനം കാണുകയല്ലാതെ പ്രസിദ്ധീകരണങ്ങൾ മുഖേനയോ മറ്റോ യാതൊന്നും പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഒരു ഫത്വ കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഫത്വ കമ്മിറ്റിയിലുള്ള അത് പരിമിതമായ മെമ്പർമാരെ ഉണ്ടാവുള്ളൂ. അവരടക്കം
ഒരു 8 പേരെങ്കിലും ഒപ്പുവെക്കാതെ സമസ്തയുടെ ആധികാരിക നിലയിൽ ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനിച്ചതായും അതിനെ മിനിറ്റ്സ് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കൂ, എത്ര ഉയർന്നവരായാലും പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നുണ്ടായാൽ അത് കണിശമായും കർശനമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തടഞ്ഞതായി അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സമസ്തയുടെ മിനിറ്റ്സിൽ കാണാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു കാടേരി ഉസ്താദ് അബുൽ കലാം മൗലവി. കാടേരി ഉസ്താദ് അദ്ദേഹം അൽ ബയാന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചർച്ച കാണാം 952 ഡിസംബർ 10 ചേർന്ന മുശാവറ യോഗത്തിൽ. അതിങ്ങനെയാണ്: ജനാസ കൊണ്ടുപോകുമ്പോൾ സിക്ർ ചെല്ലുന്നതിനെ സംബന്ധിച്ചും കൊടികുത്തി നേർച്ചയെ സംബന്ധിച്ചും അൽ ബയാൻ പത്രാധിപർ പത്രത്തിൽ എഴുതിയ ലേഖനങ്ങൾ രണ്ടും പരിശോധിച്ച് അവ രണ്ടും സുന്നത്തി ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം എങ്ങനെ ഇതിനോട് പ്രതികരിച്ചത്? അദ്ദേഹം അതിന് എതിർത്ത് വാശി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാതെ സമസ്തയ്ക്ക് ഇങ്ങനെ ഒരു ആലോചനയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ 10/11/52 ഈ ആലോചന എവിടെയാ വന്ന് 52 ഡിസംബർ 10-നാണ്. എന്നാൽ പിറ്റേ മാസം അഥവാ നവംബർ 11-ന് 10/11/52 ബഹുമാനപ്പെട്ട അബുൽ കലാം കാടേരി ഉസ്താദ് സമസ്ത പ്രസിഡന്റിന് നേരിട്ട് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കുകയാണ് ചെയ്തു. എന്നെ കൊണ്ടൊരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. സമസ്ത ആ രാജിക്കത്ത് സ്വീകരിക്കുകയും എന്നിട്ട് ആ രാജിക്കത്ത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് തന്നെ അവിടെ ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ അയനിക്കാട് പി ഇബ്രാഹിം മുസ്ലിയാർ വലിയ ആദരണീയനായ മുശാവറ അംഗമാണ്. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്താണ്? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മസ്അലപരമായ തർക്കാണ്. അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം എല്ലാ നിലയിലും കഴിവുള്ള നല്ല സാഹിത്യകാരനും ഗ്രന്ഥകാരനും ഒക്കെ ആയ അബുൽ കലാം ഉസ്താദിനെ അതിൻ്റെ പേരിൽ രാജി സ്വീകരിച്ച് ഒഴിവാക്കേണ്ടതില്ലെന്ന പക്ഷം അദ്ദേഹം പിടിച്ചു. പക്ഷെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ അയനിക്കാട് ഇബ്രാഹിം ഉസ്താദ് അല്ലാത്ത മറ്റു മുശാവറ മെമ്പർമാരുടെ തീരുമാനം എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നാളിതുവരെ പിന്തുടരുന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു ചെറിയ വ്യതിയാനം പോലും ഉണ്ട് എന്ന് വരുത്തുന്നത് സംഘടനാപരമായി ഏറ്റവും വലിയ അപകടമാണ്. മാത്രമല്ല അദ്ദേഹം നമ്മുടെ മുഖപത്രത്തിൻ്റെ പത്രാധിപരാണ്. അതുകൊണ്ട് മാറ്റുകയാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ എതിർപ്പോടെയാണ് അത് മുശാവറ അംഗീകരിച്ചത്. അപ്പം ജനാധിപത്യ സിസ്റ്റം അനുസരിച്ച് ഭൂരിപക്ഷത്തിന് പ്രാധാന്യം നൽകി. അതേ സമയത്ത് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അതൊരു പ്രശ്നമാക്കിയതുമില്ല. എനിക്ക് പറയാനുള്ളത് മുശാവറയിൽ പറഞ്ഞു. പക്ഷേ മുശാവറയിൽ മഹാഭൂരിപക്ഷം അല്ല, ഭൂരിപക്ഷം മൊത്തവും അതിനെതിരായതുകൊണ്ട് ആ തീരുമാനത്തിന് അദ്ദേഹം വിമർശിക്കാൻ പുറത്തിറങ്ങിയതുമില്ല. ഇങ്ങനെ അച്ചടക്കം വളരെ കണിശമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സൂക്ഷിച്ചിരുന്നു. എന്നാൽ അൽ ബയാനിൽ എഴുതിയ 2 ലേഖനത്തെ പറ്റിയാണ് അഭിപ്രായം അന്നുണ്ടായതെങ്കിൽ പിന്നീട് സ്വാഭാവികമായിട്ടാണല്ലോ ആ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ചില വ്യതിയാന ചിന്തകൾ പല ലേഖനങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ഉണ്ട് എന്ന ഒരു ചർച്ച വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 954 ഏപ്രിലിൽ എന്താ തീരുമാനിച്ചത്? ഏപ്രിൽ 24, 25 താനൂരിൽ ചേർന്ന മുശാവറയുണ്ട്. ആ മുശാവറയിൽ, അതായത് 1954 ഏപ്രിൽ 24 ചേർന്ന മുശാവറയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്തു. എന്നിട്ട് ഈ വിഷയം കാടേരി അബുൽ കമാൽ മുസ്ലിയാരുമായി തന്നെയാണ് സമസ്ത അദ്ദേഹം കൂടെ ഉള്ള
ഒരു ചർച്ചയാണ് നടത്തിയത്. ആ ചർച്ചയിൽ എന്താ തീരുമാനിച്ചത്? മുൻ പത്രാധിപരായിരുന്ന മുൻ അൽബയാൻ പത്രത്തിൻ്റെ മുൻ പത്രാധിപരായിരുന്ന മൗലവി മുഹമ്മദ് അബുൽ കമാൽ കാടേരിയുടെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ച് വേണ്ടപ്പെട്ട തിരുത്തുകളും റദ്ദുകളും നിർദ്ദേശിക്കാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ KK സദഖത്തുള്ള മുസ്ലിയാർ, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ ബലമേൽപ്പിച്ചു. എന്നിട്ടോ അത് അന്തിമല്ല. അവർ നൽകുന്ന റിപ്പോർട്ട് ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കൊണ്ട് പരിശോധിപ്പിച്ച് അംഗീകരിപ്പിച്ച ശേഷം അബുൽ കലാം മൗലവി തന്നെ അത് സുന്നി വോയിസിൽ എഴുതുകയും ചെയ്യാൻ തീരുമാനിച്ചു. അതിന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. എത്ര നല്ലൊരു മസലത്താണ് സമസ്ത എടുത്തത്. അൽബയാൻ പറഞ്ഞ നമ്മുടെ മുഖപത്രം. ആ മുഖപത്രത്തിൽ പത്രാധിപർ എഴുതിയ 2 ലേഖനം. ആ 2 ലേഖനത്തിൽ അത് നമ്മുടെ ആദർശ പ്രസ്ഥാനം നാളിതുവരെ പിന്തുടരുന്ന വിഷയങ്ങൾക്ക് ചില തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ ആ ഒറ്റ കാരണത്തിൽ അദ്ദേഹത്തെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കി അപമാനിക്കാനൊന്നും പോയില്ല. ആ തീരുമാനം സമസ്തൻ്റെ ആലോചന കേട്ടപ്പോൾ മഹാനായ മുഹമ്മദ് അബുൽ കലാം കാടേരി ഉസ്താദ് എന്ത് ചെയ്തു? തൻ്റെ രാജി കൊടുത്തു. പിന്നീട് 54 ഏപ്രിൽ ചേർന്ന മുശാവറയിലാണ് പല ഭാഗത്തു നിന്നും പരാതി. അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഇന്ന കാരണത്താലാണെങ്കിൽ അങ്ങനെയുള്ള സ്കലിതങ്ങൾ, അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയില്ലേ? പ്രത്യേകിച്ച് ഗ്രന്ഥകർത്താവാകുമ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് അതിലൊക്കെ ഇങ്ങനെ വന്നുകൂടിയാൽ അത് നമുക്ക് പ്രശ്നമല്ലേ? അപ്പോൾ അതൊന്ന് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാൻ എന്ത് ചെയ്യണേ? നമ്മൾ മുഹമ്മദ് അബുൽ കമാൽ കാടേരി ഉസ്താദിനെ തന്നെ കൂട്ടി അദ്ദേഹവുമായി ചർച്ച നടത്തി അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി EKയെയും സദഖത്തുൽ ഉസ്താദിനെയും ചുമതലപ്പെടുത്തുകയും അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കൊണ്ട് പരിശോധിപ്പിച്ച് അദ്ദേഹം പരിശോധിപ്പിച്ച് അംഗീകരിപ്പിച്ച ശേഷം അദ്ദേഹം അംഗീകരിക്കുന്ന പക്ഷം EK പറഞ്ഞു, സദഖത്തുൽ ഉസ്താദ് പറഞ്ഞു എന്നുള്ളവർക്കല്ല പ്രസിദ്ധീകരിക്കുന്നത്. അവരുടെ കുറിപ്പുകൾ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പരിശോധിക്കണം. അദ്ദേഹം ഇവരെ കുറിപ്പ് അംഗീകരിച്ചാൽ അതാരാണ് പത്രത്തിൽ എഴുതേണ്ടത്? അൽബയാനിൽ എഴുതേണ്ടത്? അത് മുഹമ്മദ് അബുൽ കലാം കാടേരി ഉസ്താദ് തന്നെ എഴുതണം. അങ്ങനെ തീരുമാനിച്ചു വരും മുശാവറ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അത് പിന്നെ അങ്ങനെ പ്രസിദ്ധീകരിക്കേണ്ടതായ വിഷയത്തിലേക്കൊന്നും പോയില്ല. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കാടേരി മുഹമ്മദ് അബുൽ കലാം കാടേരി ഉസ്താദ് പിന്നെ എങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃനിരയിൽ നിറഞ്ഞു നിൽക്കാത്ത ഒരു രൂപത്തിലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നപ്പോൾ സമസ്തയുടെ ഒരു ആധികാരികമായ ഒരു സ്ഥാനത്ത് ഇല്ലാതെയാണ് അദ്ദേഹം വഫാത്തായത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സംഘടനക്ക് അത് ആലിമീങ്ങളുടെ സംഘടനയായാലും ഉമറാക്കളുടെ സംഘടനയായാലും യുവജന വിദ്യാ സംഘടനയായാലും അച്ചടക്കം അതിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ ആ നേതൃരംഗത്തുള്ള ആളുകളിൽ എന്ത് പാടില്ല? വൈരിച്ച പാടില്ല, ഉദാസീനത പാടില്ല. അവർ വളരെ സജീവമായി ആർജവത്തോടുകൂടെ നേതൃരംഗത്ത് സജീവമായി നിലകൊള്ളണം എന്ന വിഷയത്തിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കർശനമായ നിലപാടുണ്ടായി. ആ നിലപാടിനെ തുടർന്ന് തന്നെയാണ് നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും നേതൃസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം ഉണ്ടായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് അവர்கள். എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത ഒരുപാടുണ്ട്. മദ്രസയുടെ പാഠപുസ്തകങ്ങളും അദ്ദേഹമാണ് കൂടുതലും എഴുതിയിരുന്നത്. വിദ്യാഭ്യാസ ബോർഡിനെ ചലിപ്പിച്ചത് അദ്ദേഹമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായ ചില അവശതകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം ഒഴിവാകുകയാണ്. വേറെ അഭിപ്രായത്തിന്റെ പേരിലല്ല. കാരണം സമസ്തയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് ജീവസ്വറ്റ നേതൃത്വമായിരിക്കണം. അല്ലാതെ ഒരു പേരിന്, ഒരു ബർക്കത്തിന് അങ്ങനത്തെ ഒരാളുകളൊക്കെ നേതൃത്വത്തിൽ നിർത്തിയാൽ സംഘടന നിഷ്ക്രിയമാകും എന്ന ബോധ്യമുള്ള ആളുകളായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ നേതാക്കളും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ
1957 ഫെബ്രുവരി 23 മൂതാക്കരയിൽ ചേർന്ന സാധാരണ മുഷാവറ യോഗം. ആ മുഷാവറ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണം, ഞാൻ രാജി തരികയാണ്. കാരണം എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. സമസ്ത സമസ്തയെ പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരോഗ്യവാനായിരിക്കണം, അപ്പോഴേ സംഘടന ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ഒഴിവാകാൻ വേണ്ടി സമ്മതിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം രാജിക്കത്ത് നൽകുകയുണ്ടായി. അങ്ങനെയാണ് ആ മുഷാവറ തന്നെ ഒരു സെക്കൻഡ് പോലും നീട്ടിയില്ല. 1957 ഫെബ്രുവരി 23 മൂതാക്കര പള്ളിയിൽ മുഷാവറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് സമസ്തയുടെ വിപുലമായ പ്രവർത്തന പദ്ധതികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ആരാണ്? പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരിൻ്റെ മർക്കതുവാണ്. പക്ഷെ അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു, ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ള ആരോഗ്യം എനിക്ക് ഇല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ ബഹുമാനപൂർവ്വം, അതായത് എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഈ സ്ഥാനം പിരിയാൻ വേണ്ടി നിങ്ങൾ സമ്മതം നൽകണം എന്ന് പറഞ്ഞ് രാജി കൊടുത്തു. ആ യോഗത്തിൽ തന്നെ എന്ത് ചെയ്തു, EK അബൂബക്കർ മുസ്ലിയാരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അപ്പം EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയത് എന്നാണ്? 1957 ഫെബ്രുവരി 23 അതിൻ്റെ മുമ്പ് ചേർന്ന, അഥവാ 1956 സെപ്റ്റംബർ 20 ചേർന്ന മുഷാവറയാണ് ബഹുമാനപ്പെട്ട കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ മർക്കതു മഹാനവറുകളെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയെ സമസ്തയുടെ മെമ്പറായി തെരഞ്ഞെടുത്തത് KV മുഹമ്മദ് മുസ്ലിയാരെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ വെച്ചാണ്. അതേ മീറ്റിങ്ങിൽ തന്നെയാണ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മഹാനായ ബഹറുൽ ഉലൂം OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, OK ഉസ്താദ് എന്ന ബഹറുൽ ഉലൂം സുൽത്താനുൽ ഉലമയുടെ ഉസ്താദ്, അതുപോലുള്ള മഹാരഥന്മാരായ 10,000-കണക്കിന് പണ്ഡിതന്മാരെ ഉസ്താദിൻ്റെ ഉസ്താദോ ആയ ബഹറുൽ ഉലൂം OK ഉസ്താദിനെ മുഷാവറ മെമ്പറാക്കി തിരഞ്ഞെടുത്തതും കൂറ്റനാടിനെ ജോയിന്റ് സെക്രട്ടറിയാക്കി തെരഞ്ഞെടുത്ത 56 സെപ്റ്റംബർ 20 താലൂരിൽ ചേർന്ന മീറ്റിങ്ങിലാണ്. എന്നാൽ ഇവിടെ മഹാനായ ബഹറുൽ ഉലൂമിനോട് സമസ്തയുടെ അന്നത്തെ നേതൃത്വം, സമസ്തയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം, ഒരു മുഷാവറ മെമ്പറായി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹറുൽ ഉലൂം പറഞ്ഞത്രേ, ഞാൻ ഏറ്റെടുത്ത പണി എനിക്ക് അള്ളാഹു തന്ന തൗഫീഖ് ദർസ് നടത്താനാണ്. പല ആളുകൾക്കും പല ഗുണങ്ങൾ ഒന്നിച്ച് ചെയ്യാനുള്ള അവസരങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാവും, കഴിവുകളൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദർസ് അത് നടത്തുക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം. അപ്പോൾ മുഷാവറയിൽ മെമ്പറായി കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റിങ്ങുകൾക്ക് വരലും പോകലും ഒക്കെ പാടെയായി ദർസ് കല്ലത്തായി പോകും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സമസ്തയുടെ നേതൃത്വം ദർസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വരേണ്ടതില്ല, ഞങ്ങൾക്കൊരു തബറുക്കിന് വേണ്ടി, പ്രസ്ഥാനത്തിനൊരു ബർക്കത്തിന് വേണ്ടി അങ്ങയെ മുഷാവറ മെമ്പറാക്കുകയാണ്. അതുകൊണ്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കാത്ത മുഷാവറ മെമ്പറായിരുന്നു ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം OK ഉസ്താദ് കാണാം. എന്തായാലും ബഹറുൽ ഉലൂം OK ഉസ്താദ് മുഷാവറ മെമ്പറായിട്ടുണ്ട്. അദ്ദേഹത്തോട് സമസ്ത അഭിപ്രായം ചോദിക്കാറുണ്ട്, അദ്ദേഹം നിലപാട് അറിയിക്കാറുണ്ട്. അദ്ദേഹത്തെ മുഷാവറയിൽ ഉൾപ്പെടുത്തിയത് 56 സെപ്റ്റംബർ 20 അതേ മീറ്റിങ്ങിൽ വെച്ച് തന്നെയാണ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയെ മുഷാവറ മെമ്പറാക്കിയത്. പിറ്റേ വർഷം 57 ഫെബ്രുവരി 23 മൂതാക്കര പള്ളിയിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ രാജിവെച്ചൊഴിഞ്ഞ ഒഴിവിലേക്ക് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നിയമിതനാകുന്നത്. ചുരുക്കത്തിൽ ഞാനിതൊക്കെ പറയാനുള്ള കാരണം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ മാതൃകാപരമായിട്ടാണ് പ്രവർത്തിച്ചത്, വൈരിച്ചുണ്ടായിരുന്നില്ല. ഇത് ഇന്നത്തെ ചില ആളുകളൊക്കെ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമ്മൾ മഹല്ല് കമ്മിറ്റി ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിനും കഴിയാത്ത ആളെ നമുക്ക് നമുക്ക് എന്താക്കുക, ഉപദേശക സമിതി ആക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലർ ആക്കുക. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് കൗൺസിലർ ആയാൽ 1000 മെമ്പർമാരെയോ അല്ലെങ്കിൽ 500 മെമ്പർമാരുടെയൊക്കെ പ്രതിനിധിക്കാതെ സ്റ്റേറ്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കൽ 2 തവണ ഉണ്ടാണ് മീറ്റിങ്ങിൽ പോകാൻ ആരോഗ്യം വേണ്ടേ, സംഘടനാ സ്പിരിറ്റ് വേണ്ടേ, ആരോഗ്യവും വേണ്ടേ? അങ്ങനെയുള്ള ആളുകളല്ലേ സ്റ്റേറ്റ് കൗൺസിലർമാരാക്കേണ്ടത്. അതുപോലെ ഒരു ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കമ്മിറ്റി നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും
ധീരമായ നേതൃത്വം നൽകാൻ കഴിവുള്ളവരെയാണ് ഉപദേശ സമിതി ചെയർമാനാക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ തബറുക്കിന് വേണ്ടി അത് മൂപ്പരപ്പ് ഒഴിവാക്കാൻ വയ്യ എന്ന ഉന്നതമായ സ്ഥാനത്ത് നിന്നോട്ടെ. ഉന്നതമായ സ്ഥലത്താണെങ്കിലും മൂപ്പരതൊന്നും വരൂലെന്ന് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ നിലക്ക് ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ശൈലി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഉണ്ടായിരുന്നില്ല. അവർ പറ്റുന്ന ആളുകളെ പറ്റുന്ന പോസ്റ്റിൽ നിയമിച്ച് അവർ പറ്റുന്നതുപോലെ വർക്ക് ചെയ്യുക, അല്ലാതെ നിഷ്ക്രിയത്വം അവരിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ സംഘടനാ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ആദർശ സ്പിരിറ്റും ധീരതയും നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള കഴിവും നിലപാടുകൾ കണ്ടെത്താനുള്ള നല്ല കഴിവും ശക്തിയും ഒക്കെ ഉള്ള ആളുകളായിരുന്നു സമസ്തയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് 100 വർഷം കൊണ്ട് കേരളീയ മുസ്ലിങ്ങളുടെ ഭാഗധേയം, കേരള മുസ്ലിങ്ങൾ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ചുകൂടാ, എങ്ങനെ പ്രവർത്തിക്കണം, പ്രവർത്തിക്കാൻ പറ്റാത്ത വഴി ഏതാണ് എന്നുള്ള കണിശതയുള്ള ഒരു സമൂഹത്തെ ഇവിടെ വിഭാവനം ചെയ്യാനും തിരഞ്ഞെടുക്കാനും സമസ്തക്ക് കഴിഞ്ഞത് അതിൻ്റെ നേതാക്കന്മാരുടെ കെട്ടുറപ്പും അതിൻ്റെ ഉള്ളിലുള്ള അക്ഷരക്കവും അതിൻ്റെ നേതൃസ്ഥാനത്തെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന വളരെ മനോഹരമായ സംവിധാനങ്ങളുമാണ് അതിന് കാരണമായത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുറത്ത് നല്ല മഴ ആരംഭിച്ചതിനാൽ ചിലപ്പോൾ അവ്യക്തത വരുമെന്ന കാരണത്താൽ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളവറുകളുടെ ആണ്ടിൻ്റെ ദിനമാണിന്ന്. ഹിജ്റ 1854 ദുൽഹജ്ജ 23-നാണ് വെളിയങ്കോട് വെച്ച് മഹാനവറുകൾ വഫാത്തായത്. മഹാനവറുകൾ ആഷിഖുർ റസൂലാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നിങ്ങൾ നോക്കൂ, ആ മഹാനവറുകൾ 1184 ദുൽഹിജ്ജ മാസം 23-ന് വഫാത്താകുന്നത് വരെയും മഹാനവറുകൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ, ആശയങ്ങൾ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് നേതൃത്വം നൽകുകയും അതിനോടൊപ്പം ഈ രാജ്യം കൊള്ളയടിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്ന ബ്രിട്ടീഷുകാരോടുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കാരൻ്റെ വീറും വാശിയും അവർക്കെതിരെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഭൂമി അള്ളാഹുവിൻ്റെതാണ് കൂട്ടരെ, അത് വേറെ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നികുതി കൊടുത്ത് നിലനിർത്തേണ്ടതാണോ? അത് പറയാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊള്ളയടിക്കല്ലേ. ഇവിടുത്തെ ചുക്കും പിന്നെ ഇഞ്ചിയും കുരുമുളകും മാത്രമല്ല അവർ കൊണ്ടുപോയത്, ഇവിടുത്തെ മൊത്തം അവർ അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ കാര്യമാക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് നികുതി കൊടുക്കണ്ട എന്ന കണിശമായ നിലപാട് അദ്ദേഹം ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത അദ്ദേഹത്തോടൊപ്പം നിന്നു. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ സംഭവിച്ചെങ്കിലും അതെല്ലാം ധീരമായി നേരിട്ട് വഫാത്ത് വരെയും ആത്മാഭിമാനവും ഇസ്സത്തും നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആഷിഖുർ റസൂൽ എന്ന് നമ്മൾ അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാലോ. അവിടുത്തെ സല്ലല്ലാഹു ബൈത്ത്, പ്രസിദ്ധമായ സല്ലല്ലാഹു ബൈത്ത്, അത് തുടങ്ങുന്നത് നോക്കൂ. സല്ലല്ലാഹു അലൈഹി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫളൻ ഖലീലൻ ലം യകുൻ ബല്ലൈന ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ തുടങ്ങുന്ന ആ മനോഹരമായ വരികൾ അദ്ദേഹം എഴുതിയത് എവിടുന്നാണ്? നിമിഷക്കവിയായ മഹാനവറുകൾ അത് പാടിയതാണ്. എവിടുന്നാണ് പാടിയത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിനോട് ചേർന്ന് പുറത്ത് നിന്ന്. അകത്തേക്ക് പിന്നെ അവിടെ സിയാറത്തിന് വരുന്നവരെ സൗകര്യം അനുസരിച്ച് അത് തുറന്നു വെക്കാറില്ലല്ലോ. പുറത്തുനിന്ന് സലാത്ത് ചൊല്ലി ഖുർആൻ ഓതി തങ്ങളെ പേരിന് മുത്തുനബിയുടെ പേര് അതിയാക്കി ദ്വാരൻ്റെ പിരിയലാണല്ലോ. മഹാനവറുകൾക്ക് എത്രയോ ദൂരത്തിൽ നിന്നല്ലേ, ഈ വെളിയങ്കോട് നിന്നല്ലേ, ഈ വാഹന സൗകര്യം ഇല്ലാത്ത കാലത്ത് മുത്തുനബിയെ കാണുക എന്നുള്ള എനിക്ക് ഹജ്ജ് ചെയ്യുക, മുത്തുനബിയെ കാണുക എന്നുള്ള എനിക്ക് പുറപ്പെട്ടത്. അവിടെ എത്തി നോക്കുമ്പോൾ ആ പിന്നെ റൗള ഷരീഫിൻ്റെ ഉള്ളിലേക്ക്, ഖബർ ഷരീഫിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പം അവിടെ വെച്ച് പുറത്തു നിന്ന് ആ കുറിയ മനുഷ്യൻ, വലിപ്പം കൊണ്ട് അദ്ദേഹം ചെറുതാണ്, അത് ആ കവർ കണ്ടാൽ നമുക്ക് അറിയുന്നുണ്ടല്ലോ.
അള്ളാഹു മഹാനവർ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ അങ്ങനെ അവർ സല്ലല്ലാഹു ആ ബൈത്ത് ചൊല്ലി, ആ ബൈത്ത് ഇങ്ങനെ ചെല്ലി 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 ആളുകൾ ഏറ്റു ചൊല്ലുകയാണ്. കാരണം ഓരോ വരിയിലും സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അങ്ങനെ പറയാനുള്ളൂ. അപ്പം ആൾക്കാർ ഒന്നിച്ച് സലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ ഇത് ചൊല്ലി ചൊല്ലി ആത്മീയമായി ഇങ്ങനെ അതിൻ്റെ ഉത്തുംഗതയിലെത്തിയ സമയത്ത് പിന്നെ ഈ ബെയ്ത്ത് മുത്തുനബിയുമായി നേരിട്ടുള്ള അഭിമുഖമായി. അതുകൊണ്ടാണ് അവിടുന്ന് പാടുന്നത് ഹബ്ബുൻ നബിയ്യി വമദ്ഉഹു ഖൈറുൽ അമൽ വസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ തകഫൽ ഇൻദൽ ഇലാഹി മുനഇമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ ഹബ്ബുൻ നബിയ്യി വമദ്ഉഹു ഖൈറുൽ അമൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കലും ആ പുന്നാര നബിയുടെ മദ്ഹ് പറയലും ഖൈറുൽ അമൽ അത് ഖൈറായ അത്യുന്നതമായ അമലാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ അത്യുന്നത നിസ്കാരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഉമർ ഖാദി പറയണു അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഇപ്പം നിസ്കാരമാണെങ്കിലും എന്ത് വേണമെങ്കിലും അള്ളാഹിൻ്റെ ഹബീബിന് കീഴ്പ്പെട്ട് പൂർണ്ണമായും ഉൾക്കൊള്ളാതെ ഒരാൾക്കും നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം മുത്തുനബിയെ പ്രിയം വെക്കലും അവിടുത്തെ മദ്ഹ് പറയലുമാണ് അമലുകളിൽ ഖൈറ്. മാത്രമല്ല അതുവഴി നാളെ മനുഷ്യരയിൽ അള്ളാഹുവിൻ്റെ ഈ മുത്തുനബിയുടെ ശുപാർശ കിട്ടും, അതുവഴി സ്വർഗാവകാശിയാകും എന്ന് പാടിയിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ ഇസ്റാ മേറാജ് അവിടുത്തെ അത്യുന്നതമായ സ്ഥാനമാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തുനബിയോട് അങ്ങോട്ട് അടുത്ത് നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു യാ അക്രമൽ ഖുറമാനായിതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അതാഅലൽ ബുകായി ബിബാബിക്കും വദ്ദമു മിൻ ഐനൈഹി സാല സജീമാ. ബഹുമാന്യരായ നബിയെ, അങ്ങയോടുള്ള മഹബത്ത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ ഈ ഫക്കീറായ ഉമർ ഇതാ രണ്ട് കണ്ണിൽ നിന്നും അങ്ങയോടുള്ള മഹബത്ത് കാരണം വെള്ളം നൊലിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ ഉമ്മരപ്പടിയോട് ചേർന്ന് നിൽക്കുന്നു നബിയേ. അത് പറയുമ്പോഴേക്ക് എന്നെ കണ്ണെന്ന് പിന്നെ പറയണോ, വെള്ളം ധാരധാരയായി ഒഴുകുകയാണ്. ആ വെള്ളം തുടക്കുക പോലും ചെയ്യാതെ തുടരുന്നു. ലാമിൻ കരീമിൻ മിസ്ലുക്കും ലിൽ മുർതജി ലാമിൻ കരീമിൻ മിസ്ലുക്കും ലിൽ മുർതജി ഫീമൻ മദാ ഖബ്ലൻ വലാ ഫീമൻ യജി വലല്ലഹീഫു ഫകുർബതൻ ലി ഫർജി അറാനു മിൻ ദംബി ആസബ്തു കലീമാ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവദിക്കുകയാണ്. അങ്ങയിൽ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയോടുകൂടെ ഈ ഫക്കീറായ ഉമർ ഇതാ അങ്ങയുടെ ഉമ്മരപ്പടിയിൽ വന്നു നിൽക്കുന്നു. അങ്ങയോടുള്ള മഹബത്ത് കാരണം എൻ്റെ ഇരുകണ്ണുകളും നിറഞ്ഞു ഒഴുകുന്നു. മുത്തുനബിയെ, ഇവിടെ വന്നൊരു വിഷയം പറഞ്ഞാൽ അത് നേടിയെടുത്ത് തിരിച്ചുപോയ ചരിത്രം മാത്രമേ ഉള്ളൂ. അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ് അങ്ങ്. ആ ഒരു കഴിവ് അങ്ങേക്ക് മുമ്പുള്ളവർക്കും ഉണ്ടായിട്ടില്ല. അങ്ങേക്ക് ശേഷം ഇനി അത് ഉള്ളവർ വരാനും സാധ്യതയില്ല. മുത്തുനബിയോട് ചോദിച്ച് വാങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇനി ഇവിടുത്തെ മരപ്പടി ഒന്ന് ചോദിച്ചിട്ട് കിട്ടാതെ പോയ ചരിത്രമുണ്ടോ? അങ്ങനെ അത് കൊടുക്കാതെ ചരിത്രമുണ്ടോ? അങ്ങേ പോലെ വാരിക്കോരി കൊടുക്കുന്ന ഒരാൾ മുമ്പും കഴിഞ്ഞിട്ടില്ല, ശേഷം വരാനില്ല. അതുകൊണ്ട് അവിടുന്ന് അപ്പോഴേ അതും കൂടെ പറഞ്ഞപ്പോൾ ഹബ്ബിന്റെ കാഠിന്യം കൊണ്ട് രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. അത് റസൂലുള്ളാഹിനോട് പറയുകയാണ്, ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമാ. അങ്ങയോടുള്ള മഹബത്ത് കാരണം
എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞ് അതിതാ വറ്റിനില്ല, വറ്റിപ്പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി കീഴ്പോട്ട് ഒഴുകുകയാണ്. എന്തുകൊണ്ടാണ്? ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവായ മുത്തുനബിയെ അങ്ങയോടുള്ള മഹബത്ത് കാരണമാണ് കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയായാൽ എനിക്ക് പറയാനുള്ളത്, ഹയ്യം വമൈതം ഫിത്തുറാബി റമീമ, 6 അടി മണ്ണിൽ എന്നെ കൊണ്ടുപോയി ഞാനങ്ങ് ഒരുമിച്ച് പോവുകയാണെങ്കിൽ പോലും ഈ കണ്ണുനീര് വറ്റാൻ സാധ്യത കാണുന്നില്ല. എത്രത്തോളം നബിയെ, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മദീനയുടെ ബോർഡറിലെത്തിയപ്പോണ്ടായ അനുഭവം അറിയണോ? ഇത് ജിഗ്തു തൈബത റൗമ സർവത്തി ഖബരിഹി ഫഹുനാക ഖുംതു വശുമ്മു റയ്യാന ശിരിഹി ഉഗ്നീതു മദൂസൻ ലിഹൈബത്തി ഖദരിഹി ഹബ്ബൻ വഇൻ കുൻതുൽ മുസീഅ അസീമാ. ഞാൻ ഈ മദീനയുടെ കവാടത്തേക്ക് എത്തിയപ്പോ അങ്ങയോട് സുഗന്ധം ഈ ഖബറു ശരീഫിൽ നിന്ന് അടിച്ചു വീശിയത് എനിക്കെത്തിയപ്പോ എനിക്കൊരു പരിഭ്രമമുണ്ടായി, ബോധക്ഷയമുണ്ടായി. അതുകൊണ്ട് അത് മാറി ശിഫയാകുന്നത് വരെ അല്പം വിശ്രമിച്ച ശേഷമാണ് ഞാൻ ഈ ഉമ്മരപ്പടിയിലെത്തിയത്. അതുകൊണ്ട് മുത്തുനബിയെ, ഇതുകൊണ്ടൊക്കെ എൻ്റെ ദോഷങ്ങൾ പൊറുപ്പിച്ച് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ കരളുരുകി അങ്ങ് ബൈത്തിയല്ലിപ്പോഴല്ലേ റൗള ഷരീഫിൻ്റെ കവാടം മഹാനവർക്ക് തുറക്കപ്പെട്ടത്. അതൊക്കെ ചരിത്രമല്ലേ. അപ്പം അങ്ങനത്തെ ആശിഖുർ റസൂൽ മഹാനവറുകളുടെ ആണ്ട് ദിനമാണിന്ന്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യണം. അവിടുത്തെ ഉറൂസ് വെള്ളിയാഴ്ച 4 മണി മുതൽ ആരംഭിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞത് 23-നാണ് അവിടുത്തത്. അവിടെ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച നാളെ 4 മണിക്ക്. അവിടുത്തെ ഖാദി ബഹുമാന്യ സൂറത്ത് ഹംദ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് അവിടെ 2-3 ദിവസം പരിപാടികൾ നടക്കുന്നത്. സമാപന ദിവസം അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് മൗലിദ് പാരായണവും അതുമുതൽ തന്നെ അന്നദാന വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് ഉമർ ഖാദി അടക്കമുള്ള നമ്മുടെ സകല മശായിഖന്മാരെയും ദറജ വർദ്ധിപ്പിച്ച് അവരുടെ സുംറയിലായി ഇവിടെയും ആഖിറത്തിലും ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.